മക്കളെ, വെൽക്കം ടു എജിപോഡ്. ഞാൻ നിങ്ങളുടെ സ്വന്തം വർണ്ണി തോമസ് ആണ്. യെസ്, അപ്പൊ തൊട്ട് മുന്നത്തെ വീഡിയോനകത്ത് നമുക്ക് സ്കൂളൊക്കെ തുറക്കാൻ വേണ്ടി പോവാണല്ലേ. അപ്പൊ നമ്മൾ പുതിയതായിട്ട് ഫ്രഷ് ആയിട്ട് കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവാണ്, പുതിയതായിട്ട് കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടി പോവാണ്. സോ അങ്ങനെ നിങ്ങൾക്ക് പഠിക്കാൻ യൂസ്ഫുൾ ആവുന്ന കുറച്ച് ടിപ്സും ട്രിക്സും മിസ് ഒരു 5 ഹാക്സ് എന്ന് പറഞ്ഞൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. മിക്കവാറും നിങ്ങൾ ആ വീഡിയോ കണ്ടതിന് ശേഷമായിരിക്കും ഇത് കാണുന്നുണ്ടാവുക. ഇനി ആ വീഡിയോ കാണാത്തവരാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ആ വീഡിയോ പോയി കാണണം. കാരണം അതിനകത്ത് പറയുന്ന കുറേ കാര്യങ്ങളുണ്ട്. അത് നിങ്ങൾക്ക് ഫോളോ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഈ വീഡിയോ കാണുമ്പോൾ കുറച്ചും കൂടെ യൂസ്ഫുൾ ആയിട്ട് തോന്നും കേട്ടോ. യെസ്, അപ്പൊ ആ വീഡിയോ എന്തായാലും കാണാം. അപ്പം ഇന്ന് മിസ് അതിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ, നിങ്ങൾക്ക് കുറച്ച് ടെക്നിക്സ് വേണമെങ്കിൽ ഞാൻ പറഞ്ഞു തരാം എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഒരുപാട് പേര് ടെക്നിക്സ് എന്ന് പറഞ്ഞ് അതിനകത്ത് കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് ഐ വാസ് വെരി ഹാപ്പി കേട്ടോ. അത് കണ്ടപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമായി. കുറെ പേര് മെസ്സേജും അയച്ചു. യെസ്, അപ്പൊ ഞാൻ വിചാരിച്ചു ആ ടെക്നിക്സിന്റെ വീഡിയോ ഒട്ടും ലേറ്റ് ആക്കരുത്, പെട്ടെന്ന് തന്നെ ചാനലിൽ അപ്ലോഡ് ചെയ്യണം എന്നുള്ളത്. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത്. സോ നിങ്ങൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ വേഗം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ലൈക്കും ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക കേട്ടോ. യെസ്, അപ്പം കുറച്ച് ടെക്നോളജിയാണ് നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത്. എന്തൊക്കെയാണ് ആ ടെക്നോളജി? നമുക്ക് പഠിക്കാൻ വേണ്ടി നമുക്ക് ഹെൽപ്ഫുൾ ആവുന്ന കുറച്ച് ടെക്നിക്സ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ഒന്ന്, തൊട്ട് മുന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പൊമോഡോറോ ടെക്നിക്. എന്താണ് ഈ പൊമോഡോറോ ടെക്നിക്? ഇവിടെ പൊമോഡോറോ ടെക്നിക് എന്ന് പറഞ്ഞാൽ സിമ്പിൾ ആണ്, ബട്ട് വെരി പവർഫുൾ കേട്ടോ. നമ്മൾ ഈ വീഡിയോയിൽ പറയുന്ന എല്ലാ ടിപ്സും അല്ലെങ്കിൽ എല്ലാ ടെക്നിക്സും ഇതേപോലെ തന്നെ ചിലപ്പോൾ നിങ്ങൾ മേ ബി ഫോളോ ചെയ്യുന്നതായിരിക്കാം. അതായത് ഇതിന്റെ പേരറിയില്ല എന്നാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മളൊക്കെ ഫോളോ ചെയ്യുന്ന സംഗതി തന്നെ ആയിരിക്കാം. എന്നാലും അതെന്താ ഇല്ലേ, ഇനി ആരെങ്കിലും അറിയാത്തവരുണ്ടെങ്കിൽ അവർക്കും കൂടെ യൂസ്ഫുൾ ആയിട്ട് ഫോളോ ചെയ്യാലോ. യെസ്, അപ്പൊ അതിനാണ് ഈ വീഡിയോ ചെയ്യുന്നത് കേട്ടോ. സോ പൊമോഡോറോ ടെക്നിക് എന്ന് പറഞ്ഞാൽ 25+5 എന്നുള്ളതാണ്. അതായത് നിങ്ങൾ 25 മിനിറ്റ്സ്, ഇപ്പൊ ഈ ഒരു സ്ലൈഡിൽ നിങ്ങൾക്ക് കാണുന്ന പോലെ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ, യെസ് ഇവിടെ കാണൂടാ, സെറ്റ് എ ടൈമർ ഫോർ 25 മിനിറ്റ്സ്. 25 മിനിറ്റ്സിൽ നിങ്ങൾ ഒന്നെങ്കിൽ ഏതെങ്കിലും ഒരു ടോപ്പിക്, നിങ്ങൾക്ക് ഒന്നെങ്കിൽ സോഷ്യൽ സയൻസിലുള്ള ഏതെങ്കിലും ഒരു ടോപ്പിക് ആയിരിക്കാം, അല്ലെങ്കിൽ സയൻസിലുള്ള ഒരു ടോപ്പിക് ആയിരിക്കാം, ഇംഗ്ലീഷ് ആയിരിക്കാം. എന്തായാലും 25 മിനിറ്റ്സ് നിങ്ങൾ ടൈമർ വെക്കുക. ആ ടൈമർ വെച്ചിട്ട് 25 മിനിറ്റ്സ് പഠിച്ച ശേഷം എന്ത് ചെയ്യുക? യെസ്, അതിനകത്ത് ഫോക്കസ് ഓൺ ദി ടാസ്ക് വിത്തൗട്ട് ഡിസ്ട്രാക്ഷൻസ്. ഒരു കാരണവശാലും ഫോണിൻ്റെ അകത്ത് നിങ്ങൾ മേ ബി ഫോണൊക്കെ അല്ലെങ്കിൽ ടാബൊക്കെ നോക്കിയിട്ടായിരിക്കും പഠിക്കുന്നുണ്ടാവുക. പക്ഷേ നമ്മൾ പഠിക്കുന്ന ആ ഒരു ആപ്പ് അല്ലെങ്കിൽ പഠിക്കുന്നത് എന്താണോ അത് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുക. വേറെ ഇൻസ്റ്റഗ്രാമെന്നോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സോഷ്യൽ മീഡിയ ആപ്സിൽ നിന്ന് വരുന്ന ഒരു നോട്ടിഫിക്കേഷനോ ഒന്നും നോക്കരുത്. അതൊക്കെ ഓഫാക്കിയിടുക. ഡിസ്ട്രാക്ഷൻസ് ഒന്നുമില്ലാതെ 25 മിനിറ്റ്സ് നിങ്ങൾ പഠിക്കുക. യെസ്, അതിനുശേഷം എൻജോയ് എ 5 മിനിറ്റ് ബ്രേക്ക്. ഒരു 5 മിനിറ്റിന്റെ ബ്രേക്ക്. ആ ഒരു ബ്രേക്കിന്റെ അകത്ത് ഒരു കാരണവശാലും നമ്മൾ ഇത് എന്ത് ചെയ്യരുത്, സോഷ്യൽ മീഡിയ നോക്കാനോ അല്ലെങ്കിൽ അങ്ങനത്തെ വേറെ കാര്യങ്ങളൊന്നും ചെയ്യരുത്. ഒന്ന് സ്ട്രെച്ച് ചെയ്യുക. കറക്റ്റ് 5 മിനിറ്റ്സ് കേട്ടോ. 5 മിനിറ്റ്സ് ടൈമർ വെക്കുക. ഒരു 5 മിനിറ്റ് ഒന്ന് റെസ്റ്റ് എടുക്കുക. ആ റിലാക്സ് ചെയ്തതിന് ശേഷം ഇതേപോലെ തന്നെ ഒരു 25 മിനിറ്റ്സ് കൂടെ പഠിക്കുക. അഗൈൻ 5 മിനിറ്റ്സ് ബ്രേക്ക് എടുക്കുക. ഇങ്ങനെ 4 സൈക്കിൾസ് എടുക്കുക. അതായത് 25 മിനിറ്റ് പഠിക്കുക, 5 മിനിറ്റ് ബ്രേക്ക് എടുക്കുക, വീണ്ടും 25 മിനിറ്റ് പഠിക്കുക, 5 മിനിറ്റ് ബ്രേക്ക് എടുക്കുക. അങ്ങനെ 4 പ്രാവശ്യം ചെയ്യുക. അപ്പൊ നിങ്ങൾ ഏകദേശം 2 മണിക്കൂർ സ്റ്റഡീസ് നിങ്ങളത് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാവും. ആ 2 മണിക്കൂർ എത്തുന്ന സമയത്ത്, അതായത് 25 മിനിറ്റ്സ് ലാസ്റ്റ് സൈക്കിൾ ഉണ്ടല്ലോ, 4ാമത്തെ സൈക്കിള് 25 മിനിറ്റ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഒരു ഹാഫ് ആൻ അവർ, ഒരു അരമണിക്കൂറിന്റെ ബ്രേക്ക് എടുക്കുക. ആ അരമണിക്കൂറിൽ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. നിങ്ങൾ അത്യാവശ്യം പോയിട്ടൊന്ന് പുറത്തൊക്കെ പോയി വരിക, അല്ലെങ്കിൽ പാട്ട് കേൾക്കുക, അല്ലെങ്കിൽ ഒന്ന് ജസ്റ്റ് TV ഒക്കെ കാണുക, ഇങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാം. ഓക്കെ, സോ ഇതാണ് നമ്മുടെ പൊമോഡോറോ ടെക്നിക് എന്ന് പറയുന്നത്. ഈ പൊമോഡോറോ ടെക്നിക്ക് യൂസ് ചെയ്ത് പഠിക്കുന്ന ആൾക്കാർക്ക് കുറേ കൂടെ ഫോക്കസ്ഡ് ആയിട്ട് ഇരിക്കാൻ പറ്റുന്നുണ്ട്. അതായത് ആദ്യമൊക്കെ ചിലപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. കാരണം നമ്മൾ ആ ഒരു 25 മിനിറ്റ്സ് ഡിസ്ട്രാക്ഷൻസ് ഒക്കെ ഒഴിവാക്കി ഒരൊറ്റ കാര്യത്തിലേക്ക് ഫോക്കസ് ചെയ്യുന്നത് ആദ്യം കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ വൺസ് യു ബിഗിൻ ടു പ്രാക്ടീസ് ഇറ്റ്, അത് ആദ്യം നിങ്ങൾ ചെയ്ത് തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ പതുക്കെ ആ ട്രാക്കിലേക്ക് എത്തും. ആൻഡ് അത് നിങ്ങളുടെ അക്കാഡമിക്സ് അല്ലെങ്കിൽ നിങ്ങളുടെ പഠിത്തത്തിൽ അതിൻ്റെ ഒരു റിസൾട്ട് നിങ്ങൾക്ക് ഉറപ്പായിട്ടും കാണാൻ വേണ്ടി കഴിയും. ഇത് ഒരുപാട് പേര് യൂസ് ചെയ്യുന്നൊരു ട്രിക്കാണ്. നിങ്ങളിപ്പം സ്കൂളിലുള്ള ദിവസങ്ങളിലാണെങ്കിൽ 2 മണിക്കൂർ നിങ്ങൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ആ 2 മണിക്കൂർ ഇങ്ങനെ തന്നെ എടുക്കുക. ആദ്യത്തെ 25 മിനിറ്റ് സോഷ്യൽ പഠിക്കുക, അടുത്ത 25 മിനിറ്റ് സയൻസ് പഠിക്കുക, അടുത്ത 25 മിനിറ്റ് മാത്സ് പഠിക്കുക, പിന്നത്തെ 25 മിനിറ്റ് ഇംഗ്ലീഷ് പഠിക്കുക. ഇങ്ങനെ ഒരു ടൈം ടേബിൾ ആക്കി അല്ലെ നമുക്ക് എന്ത് ചെയ്യാം, സ്കൂൾ ഗോയിങ് ഡേയ്സിൽ ചെയ്യാം. അതേപോലെ തന്നെ സ്കൂൾ ഇല്ലാത്ത ദിവസങ്ങളാണെന്നുണ്ടെങ്കിൽ സാറ്റർഡേ സൺഡേസ് ഒക്കെ ആണെങ്കിൽ ഈ 2 അവേഴ്സിൻ്റെത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഓരോ സബ്ജക്റ്റിന് 2 അവേഴ്സ് എന്നുള്ള പോലെ എടുക്കാം. അപ്പൊ നമുക്ക് ബോർ അടിക്കുന്നതൊക്കെ കുറച്ച് കുറയും എന്നാണ്
ഈ ടെക്നിക്ക് സയന്റിഫിക്കലി പ്രൂവൺ ആണ് കേട്ടോ. ഇനി രണ്ടാമത് പറയുന്നത് ഫെയ്ൻമാൻ ടെക്നിക് ആണ്. എന്താണ് ഈ ഫെയ്ൻമാൻ ടെക്നിക് എന്ന് പറഞ്ഞാൽ ഇതാണ് നമ്മുടെ ഫെയ്ൻമാൻ, റിച്ചാർഡ് ഫെയ്ൻമാൻ. ഇഫ് യു കാൺട്ട് എക്സ്പ്ലെയിൻ ഇറ്റ് സിംപ്ലി യു ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് ഇറ്റ് വെൽ ഇനഫ്. നിങ്ങൾക്ക് ഒരു കാര്യം സിമ്പിൾ ആയിട്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നില്ല എന്നാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് ധാരണ ഇല്ല എന്നാണ് റിച്ചാർഡ് ഫെയ്ൻമാൻ പറയുന്നത്. അതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ വേറൊരു കോട്ടാണ്, ഇഫ് യു വാണ്ട് ടു മാസ്റ്റർ സംതിങ് ടീച്ച് ഇറ്റ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കാര്യത്തിൽ നല്ല അറിവ് വേണം, നിങ്ങൾക്ക് നല്ല മാസ്റ്ററി വേണമെന്നുണ്ടെങ്കിൽ യു ഹാവ് ടു ടീച്ച് ഇറ്റ്. നിങ്ങൾ ഒരു കാര്യം അല്ലെ, നമ്മൾ പഠിക്കുമ്പം പഠിപ്പിച്ചുകൊണ്ട് പഠിക്കുക. ഇത് ഞാനൊക്കെ യൂസ് ചെയ്തിരുന്നു. ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോഴും കോളേജിൽ പഠിക്കുമ്പോഴും ഒക്കെ പഠിച്ചിട്ടുള്ള ഒരു ടെക്നിക്കാണ് കേട്ടോ ഇത്. അതായത് നിങ്ങളുടെ മുന്നിൽ ഒരു കുട്ടി ഇരിക്കുന്നുണ്ട് വിചാരിക്കുക, ഒരു ഇമാജിനറി കുട്ടി അല്ലെങ്കിൽ ഒരു ശരിക്കുള്ള ഒരു കുട്ടിയാണെന്ന് വിചാരിക്കുക. ഇതെനിക്കൊന്ന് കുറെ പേര് ചെയ്യുന്ന കാര്യമായിരിക്കും കേട്ടോ. ഒരു ഇമാജിനറി കുട്ടി ഇരിക്കുന്നുണ്ടെന്ന് വിചാരിക്കുക, എന്നിട്ട് നമുക്ക് പഠിക്കാൻ വിഷമമുള്ള ഒരു സംഗതി നമ്മൾ ആ കുട്ടിക്ക് പഠിപ്പിച്ചു കൊടുക്കുന്ന പോലെ പറഞ്ഞു കൊടുക്കുക. അപ്പൊ ഇതിനകത്ത് എന്താണ്, ഫസ്റ്റ് വൺ, ചൂസ് എ കോൺസെപ്റ്റ്. നമ്മൾ പഠിക്കാൻ പോകുന്ന ഒരു കോൺസെപ്റ്റ് ചൂസ് ചെയ്യുക. ടീച്ച് ഇറ്റ് ടു സംവൺ. ആർക്കോ പഠിപ്പിക്കുന്ന പോലെ, ഒരു ഇമാജിനറി കുട്ടിക്ക്, ഒരു ജസ്റ്റ് ഒരു സാങ്കല്പികമായിട്ടൊരു കുട്ടിക്ക് പഠിപ്പിക്കുന്ന പോലെ അത് പഠിപ്പിക്കുക. ഐഡന്റിഫൈ ഗ്യാപ്സ് ഇൻ യുവർ നോളജ്. അങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോഴായിരിക്കും ചിലപ്പം ഏതെങ്കിലും ഒരു കാര്യം വരുമ്പോൾ നമ്മൾ ചിലപ്പോൾ സ്റ്റോപ്പ് ആയി പോകും. എനിക്കത് അറിയുന്നില്ല എന്ന് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. അപ്പൊ എന്ത് ചെയ്യുക, ബുക്ക് നോക്കുക. ബുക്ക് നോക്കിയിട്ട് അതൊന്നും കൂടെ ക്ലിയർ ആക്കുക. എന്നതിന്റെ ശേഷം ആ കുട്ടിക്ക് ക്ലാസ് എടുത്ത് കൊടുക്കുന്ന പോലെ പറഞ്ഞു കൊടുക്കുക. ദെൻ റിഫൈൻ ആൻഡ് സിംപ്ലിഫൈ യുവർ നോളജ്. എന്നിട്ട് എന്ത് ചെയ്യുക, അപ്പോഴത്തേക്കും നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാന്നുള്ളത്. ഇതിൻ്റെ ഒരു വലിയ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെരി യൂസ്ഫുൾ ഫോർ സോഷ്യൽ സയൻസ്, ഇംഗ്ലീഷ്. അതായത് നമ്മൾ ഡിസ്ക്രിപ്റ്റീവ് ആയിട്ട് ഇപ്പം മാത്സ് ഒന്നും അല്ലാതെ ഡിസ്ക്രിപ്റ്റീവ് ആയിട്ട് ഇപ്പം സോഷ്യൽ സയൻസ്, ഹിസ്റ്ററി, അതേപോലെ തന്നെ ജോഗ്രഫി, ഇംഗ്ലീഷ്, സയൻസ്, ഇങ്ങനത്തെ സബ്ജക്റ്റിനൊക്കെ, പ്രത്യേകിച്ച് ഇംഗ്ലീഷിനും സോഷ്യൽ സയൻസ്, മലയാളം, ഇതിനൊക്കെ എന്ന് പറഞ്ഞാൽ ഇത് വളരെയധികം യൂസ്ഫുൾ ആണ് കേട്ടോ. പിന്നെ ക്ലിയേഴ്സ് കൺഫ്യൂഷൻ. നിങ്ങൾക്ക് എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് തന്നെ ക്ലിയർ ചെയ്യാൻ പറ്റും. ഇംപ്രൂവ്സ് യുവർ അണ്ടർസ്റ്റാൻഡിങ്. നിങ്ങൾക്ക് നിങ്ങളുടെ തന്നെ ലെവലുണ്ട്, അണ്ടർസ്റ്റാൻഡ് നിങ്ങൾ എത്രത്തോളം മനസ്സിലാക്കി എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി കഴിയും. അതേപോലെ തന്നെ ഹെൽപ്സ് ഇൻ സ്കോർ ബെറ്റർ മാർക്സ് ഇൻ ഡിസ്ക്രിപ്റ്റീവ് ആൻസേഴ്സ്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് എക്സാമിന്റെ സമയത്താണെങ്കിലും നമ്മൾ പഠിപ്പിച്ചു കൊടുത്ത കാര്യങ്ങൾ പെട്ടെന്ന് തന്നെ നമുക്ക് ഓർമ്മ വരുന്നതായിട്ട് നിങ്ങൾക്ക് തന്നെ ആ ഒരു ഇത് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും കേട്ടോ. അപ്പം ഇനി മൂന്നാമത്തെ ടെക്നിക്ക് നോക്കാം. മൂന്നാമത്തെ ടെക്നിക്ക് ആക്റ്റീവ് റീകോൾ പ്ലസ് സ്പേസ്ഡ് റെപ്പിറ്റീഷൻ. ഇതെനിക്കൊന്നും നമ്മുടെ പേരൻസ് തൊട്ടേ നമ്മളോട് ചെയ്യാൻ പറയുന്ന കാര്യമാണ്. എൻ്റെ അമ്മമ്മയൊക്കെ ഞാൻ ചെറുതാകുമ്പോൾ പറയുന്ന കാര്യമായിരുന്നു. അതായത് നമ്മളൊരു കാര്യം പഠിച്ചിട്ട് എന്ത് ചെയ്യും, ആ ബുക്ക് മാറ്റി വെച്ചിട്ട് അത് നമ്മളൊന്ന് ഓർത്തെടുക്കാൻ വേണ്ടി ശ്രമിക്കും. ആ കാര്യങ്ങൾ ഓർത്തെടുക്കാൻ വേണ്ടി ശ്രമിക്കും. ഓർത്തെടുക്കാൻ കിട്ടുന്നില്ല എന്നാണെന്നുണ്ടെങ്കിൽ അതൊന്നും കൂടെ എടുത്ത് വെച്ചിട്ട് വായിക്കുക. ഓക്കെ, അപ്പം നമുക്ക് ആ ഒരു കാര്യം ക്ലിയർ ആയി. എന്നതിന് ശേഷം അത് അവിടെ നിർത്തരുത്. അത് നെക്സ്റ്റ് ഡേ, അടുത്ത ദിവസം ഒന്നും കൂടെ അത് വായിച്ചു നോക്കുക. 3 days കഴിഞ്ഞ് പിന്നെയും വായിച്ചു നോക്കുക. അതിനുശേഷം 1 week കഴിഞ്ഞിട്ട് അതിനൊന്നും കൂടെ വായിച്ചു നോക്കുക. ഞാൻ നിങ്ങളോട് കഴിഞ്ഞ വീഡിയോയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, സാറ്റർഡേയും സൺഡേയും നിങ്ങൾ എന്ത് ചെയ്യണം, റിവിഷൻ ഡേയ്സ് ആയിട്ട് യൂസ് ചെയ്യണം എന്ന്. ഓക്കെ, സോ നിങ്ങൾ ഇന്ന് പഠിക്കുന്ന കാര്യങ്ങൾ ഒരു 3 ദിവസം കഴിഞ്ഞിട്ട് പറ്റെങ്കിൽ ഒന്നും കൂടെ വായിച്ചു നോക്കുക. എന്നിട്ട് ആ ഒരു 1 week, ആ വീക്കെൻഡിൽ എന്ത് ചെയ്യുക, അതൊന്നും കൂടെ റിവൈസ് ചെയ്യുക കേട്ടോ. സോ കണ്ടോ, സ്കിം ത്രൂ യുവർ നോട്ട്സ് ഓർ ടെക്സ്റ്റ് ബുക്ക്, ട്രൈ ടു റിമെമ്പർ ആസ് മച്ച് ആസ് യു ക്യാൻ. നിങ്ങൾക്ക് പറ്റുന്ന അത്രയും കാര്യങ്ങൾ ടെക്സ്റ്റിലും നോട്ടിലുള്ളതൊക്കെ വായിച്ചിട്ട് റിമെമ്പർ ചെയ്ത് വെക്കുക. അതിനുശേഷം പുട്ട് ഇറ്റ് അവേ, അത് മാറ്റി വെക്കുക. റൈറ്റ് ഡൗൺ എവറിത്തിങ് യു ക്യാൻ റിമെമ്പർ ഇൻ യുവർ നോട്ട്സ്. നിങ്ങൾക്ക് ഓർമ്മയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ നോട്ട്സിൽ ഒന്ന് എഴുതാൻ വേണ്ടി ശ്രമിക്കുക. ആൻഡ് ടേക്ക് യുവർ നോട്ട്ബുക്ക് ഓർ ടെക്സ്റ്റ് ബുക്ക് ഔട്ട് ആൻഡ് സീ വാട്ട് യു റിമെമ്പേർഡ് ആൻഡ് വാട്ട് യു ഫോർഗോട്ട്. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾ എന്തൊക്കെ ഓർത്തു, നിങ്ങൾ എന്തൊക്കെ മറന്നുപോയി എന്നുള്ളത് ആ സമയത്ത് മനസ്സിലാവും. റിപ്പീറ്റ് അൺടിൽ യു റിമെമ്പർ എവറിത്തിങ്. എല്ലാം അറിയുന്ന വരെ അത് പഠിക്കുക. ഓക്കെ, ദെൻ ആഫ്റ്റർ സ്റ്റഡിങ് എ ചാപ്റ്റർ റൈറ്റ് ക്വസ്റ്റ്യൻസ് ഓർ ഫ്ലാഷ് കാർഡ്. അതേപോലെ തന്നെ വേറെ ഒന്ന്, നിങ്ങൾക്ക് അന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്റ്റിക്ക് നോട്ട്സ് ഒക്കെ. അപ്പോൾ എനിക്കൊന്ന് കഴിഞ്ഞ വീഡിയോന്റെ താഴെ ഒരു കുട്ടി കമന്റ് ചെയ്തിട്ടായിരുന്നു സ്റ്റിക്ക് നോട്ട്സ് വാങ്ങിച്ചു തരുന്നില്ല എന്നുള്ളത്. അപ്പോഴാ നിങ്ങൾ അതിന് വാങ്ങിച്ചു തരുന്നില്ലെങ്കിൽ അതിന് വേണ്ടി വാശി പിടിക്കുകയൊന്നും ചെയ്യണ്ട. അല്ലാതെ തന്നെ നിങ്ങൾക്ക് നോട്ട്സ് ഒക്കെ വേണമെങ്കിൽ ചെറിയ നോട്ട്സ് ഒക്കെ ആക്കി വെക്കുക കേട്ടോ. അതുപോലെ തന്നെ ഇപ്പൊ ചിലർക്ക് പേടിയുണ്ടാവും, പെയിന്റ് ഇളകി പോരോ എന്നുള്ളതൊക്കെ ആയിരിക്കും. അപ്പൊ പെയിന്റ് ഇളകി പോരാത്ത രീതിയിലുള്ള പ്ലാസ്റ്റിക് പോലത്തെ എന്തെങ്കിലും ഒരു സർഫസ് ഉണ്ടെങ്കിൽ അതിന്റെ മേലെ ഒട്ടിച്ച് വെച്ചാൽ മതി. ടൈലൊക്കെ ആണെങ്കിൽ ടൈലിന്റെ മേലെ ഒട്ടിച്ച് വെച്ച് കഴിഞ്ഞാൽ പെയിന്റ് ഒന്നും ഇളകി പോരാൻ വേണ്ടി പോകുന്നില്ല കേട്ടോ. സോ അങ്ങനത്തെ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് ഒട്ടിച്ച് വെക്കാൻ വേണ്ടി നോക്കുക. ദെൻ യെസ്, അപ്പൊ അതൊക്കെ തന്നെയാണ് വരുന്നത്. കണ്ടോ, റിവ്യൂ ദ സെയിം ചാപ്റ്റർ അഗെയിൻ ആഫ്റ്റർ 1 day, 3 day or 1 week. ഓക്കെ, ദെൻ ഓക്കെ, അപ്പൊ ഇതിന്റെ ബെനിഫിറ്റ്സും ഇംപ്രൂവ്സ് മെമ്മറി, അതുപോലെ തന്നെ സേവ്സ് റിവിഷൻ ടൈം ബിഫോർ എക്സാം. അതായത് നമ്മൾ എക്സാമിന്റെ മുന്നേ ഒരുപാട് സമയം റിവിഷൻ എടുക്കുന്നതിന് പകരം ഈ വീക്ക്ലി റിവിഷൻസ് എന്ത് ചെയ്യും, നമ്മൾ അതിനു വേണ്ടി ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ.
യെസ്, നെക്സ്റ്റ് വൺ മോർണിംഗ് ബൂസ്റ്റർ സെഷൻസ്. ഇത് ഞാൻ പേഴ്സണലി വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള കാര്യമാണ് പറയുന്നു. പക്ഷേ മഴയൊക്കെയാണ്, നമ്മൾ എത്ര പേര് രാവിലെ എഴുന്നേക്കും എന്നുള്ളത് വേറൊരു കാര്യം. എന്നാലും ഒരുപാട് നേരത്തെ എഴുന്നേക്കണം എന്നൊന്നും പറയുന്നില്ല. രാവിലെ ഒരു ജസ്റ്റ് എഴുന്നേക്കുന്നതിൻ്റെ ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ 3/4 മണിക്കൂർ നേരത്തെ ആയിട്ട് എഴുന്നേക്കാൻ വേണ്ടി ശ്രമിച്ചാൽ മതി കേട്ടോ. ഇതിനകത്ത് വേക്കപ്പ് ലിറ്റിൽ ഏർലിയർ, ഓക്കെ, ഒരു 5:30 അല്ലെങ്കിൽ 6 AM ആ ഒരു സമയത്തൊന്ന് എഴുന്നേൽക്കുക. അതിനുശേഷം മൈൻഡ് നമ്മളിത് ഏറ്റവും ഫ്രഷ് ആയിട്ടിരിക്കുന്ന ടൈമാണ്. ആ സമയത്ത് നിങ്ങൾ വലിയ കോൺസെപ്റ്റ്സ് ഒന്നും പഠിക്കാണ്ട് ചെറിയ ഇക്വേഷൻസ്, ഫോർമുല, ഇപ്പം നമ്മുടെ മാത്സിലോ അല്ലെങ്കിൽ സയൻസിലൊക്കെയുള്ള ചെറിയ കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടി നോക്കുക. അല്ലെങ്കിൽ വർഷങ്ങൾ, ഇപ്പോൾ ഹിസ്റ്ററിയിലൊക്കെ ആണെങ്കിൽ വർഷങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, അത്ര കുഞ്ഞു കാര്യങ്ങൾ, പക്ഷെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ മറന്നു പോകാൻ പാടില്ലാത്ത കാര്യങ്ങളില്ലേ, അത് ഈ ഒരു രാവിലെ കിട്ടുന്ന 1/4 മണിക്കൂറില്ലേ, ആ സമയത്ത് അത് പഠിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക കേട്ടോ. ആ ഒരു സമയത്തിന് പ്രത്യേകം വെച്ചാൽ നമുക്ക് ഡിസ്ട്രാക്ഷൻസ് കുറവായിരിക്കും. കാരണം വേറെ മെസ്സേജുകളോ കാര്യങ്ങളോ ഒന്നും അധികം വരില്ല, ശബ്ദങ്ങൾ കുറവായിരിക്കും, നമ്മുടെ മൈൻഡിലാണെങ്കിലും വേറെ അധികം തോട്ട്സ് ഒന്നും വരുന്ന സമയമായിരിക്കില്ല. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, ഈ പറയുന്ന ഇക്വേഷൻസോ അല്ലെങ്കിൽ ഫോർമുലാസോ അല്ലെങ്കിൽ വർഷങ്ങളൊക്കെ നന്നായിട്ട് ക്ലിയർ ആയിട്ട് ഓർമ്മയിൽ നിൽക്കുന്ന ഒരു സമയമാണ് മോർണിംഗ് ബൂസ്റ്റർ. ഇതും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഇന്ന് പറയാൻ പോകുന്ന 5ാമത്തെ ട്രിക്ക് അല്ലെങ്കിൽ നമ്മുടെ ലാസ്റ്റ് ടിപ്പ് എന്ന് പറഞ്ഞാൽ മൈൻഡ് മാപ്പിംഗ് ആണ്. ഇത് ഞാൻ ചെയ്യുന്ന കാര്യമായിരുന്നു കേട്ടോ. മൈൻഡ് മാപ്പിംഗ് എന്ന് പറയുമ്പോഴാ നമ്മൾ ഒരു കാരണവശാലും ഇത് വേറൊരാൾക്ക് മനസ്സിലാവുന്ന രീതിക്കല്ല, നമുക്ക് മനസ്സിലാവുന്നു എന്നുള്ള രീതിക്ക് വേണം ഇത് ചെയ്യാനായിട്ട്. ഇത്രയേ ഉള്ളൂ. നമ്മൾ പഠിക്കുന്ന ഒരു ടോപ്പിക്ക്, അതിന്റെ മെയിൻ ടോപ്പിക്കായിട്ടൊരു വട്ടത്തിൽ എഴുതുക. എന്നിട്ട് അതിന് ചുറ്റും ആരോ ആയിട്ട്, നമ്മൾ പണ്ട് വേർഡ് വീലൊക്കെ എഴുതില്ലേ, അതേപോലെ തന്നെ ആ ഒരു ടോപ്പിക്കിന് ചുറ്റും അങ്ങനെ ഇങ്ങനെ വരയൊക്കെ ഇട്ട് ആരോ ഒക്കെ ഇട്ട് എഴുതില്ലേ, അതിനാണ് മൈൻഡ് മാപ്പ് എന്ന് പറയുന്നത്. ഇപ്പൊ സ്റ്റോറി ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഞാൻ ചിലപ്പോൾ എന്ത് ചെയ്യുമായിരുന്നു എന്നറിയോ, യെസ്, ഇങ്ങനെ നമ്മൾ ക്യാരക്ടേഴ്സിനെയൊക്കെ വരയ്ക്കും ഇങ്ങനെ അല്ലേ, ഇതൊരു ക്യാരക്ടറാണ്, ഓക്കെ, ഇതിന് ഇതുമായിട്ട് ഇങ്ങനെയാണ് ബന്ധമുള്ളത്, പിന്നെ ഇതിന് വേറൊരാളുമായിട്ട് ഇങ്ങനെ ഒരു ബന്ധമുണ്ട്. അപ്പം അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അങ്ങനെ വരച്ചിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഒരു മൈൻഡ് മാപ്പ് ഉണ്ടാക്കി വെക്കുക. അതും കോൺസെപ്റ്റ്സ് ക്ലിയർ ആവാൻ വേണ്ടി നിങ്ങൾ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. ഇപ്പൊ ഇവിടെ നോക്കിയിടാ, റൈറ്റ് ദ മെയിൻ ടോപ്പിക് ഇൻ സെന്റർ ഓഫ് ദ പേജ്. ഇപ്പൊ നിങ്ങൾ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിനെ കുറിച്ച് പഠിക്കുകയാണ്, ദഹന വ്യവസ്ഥയെ കുറിച്ച് പഠിക്കുകയാണെങ്കിൽ ആ ഒരു ദഹന വ്യവസ്ഥ അല്ലെങ്കിൽ ഡൈജസ്റ്റീവ് സിസ്റ്റം എന്നുള്ളത് നടുക്ക് എഴുതുക. അതിനുശേഷം ഡ്രോ ബ്രാഞ്ചസ് ഫോർ സബ് ടോപ്പിക്സ്, അതിന്റെ ഓർഗൻസ് ആയിട്ട് അല്ലെ, ഇപ്പൊ സ്റ്റൊമക്ക് അല്ലെ, അന്നനാളം, അല്ലെങ്കിൽ എന്താ പറയാ കുടല്, അല്ലെങ്കിൽ അല്ലെ സ്മോൾ ഇൻഡസ്റ്റൈൻ, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഓരോരോ ബ്രാഞ്ച് ആയിട്ട് വരയ്ക്കുക. അതിനുശേഷം ആ ബ്രാഞ്ചിന്റെ താഴേക്കായിട്ട് വേണമെങ്കിൽ ഇപ്പൊ സ്മോൾ ഇൻഡസ്റ്റൈൻ്റെ എന്തെങ്കിലും അല്ലെ അതിന്റെ നീളമോ അല്ലെങ്കിൽ അതിന്റെ ഫംഗ്ഷൻ എന്താണെന്നുള്ളത് ചെറിയ ഷോർട്ട് നോട്ടോ അല്ലെങ്കിൽ അതിന്റെ പിക്ചർ ആയിട്ടൊക്കെ അതിന്റെ കൂടെ തന്നെ ഇങ്ങനെ വരച്ച് ഇപ്പൊ കണ്ടോടാ, നിങ്ങൾക്ക് ഒരു മോഡൽ കാണിച്ചു തരാം. കണ്ടോ, മെയിൻ ടോപ്പിക് എന്ന് പറഞ്ഞ് ഇവിടെ എഴുതാം. അതിനുശേഷം കണ്ടോ സബ് ടോപ്പിക്, ദെൻ അതിന്റെ സപ്പോർട്ടിങ് ഐഡിയാസ്, ദെൻ പിന്നെ സബ് ടോപ്പിക്, ഇങ്ങനെ ആക്കിയിട്ട് എഴുതുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, യെസ്, മൈൻഡ് മാപ്പിംഗ് എന്ന് പറയുന്നത് കേട്ടോ. സോ മൈൻഡ് മാപ്പിങ്ങും എന്താണ് നിങ്ങൾക്ക് മനസ്സിലായില്ലട്ടോ, ഇതാണ് സംഗതി കേട്ടോ. സോ മൈൻഡ് മാപ്പിങ്ങും എന്താണ്, നിങ്ങളെ പഠിക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന നല്ലൊരു ടെക്നിക്കാണ്. സോ ഇതും എന്തായാലും നിങ്ങളൊന്ന് യൂസ് ചെയ്ത് നോക്കുക കേട്ടോ. സോ ഓക്കേടാ, തൽക്കാലം ഈ വീഡിയോ അത്രയ്ക്കായിട്ട് നിർത്തുകയാണ്. നിങ്ങൾക്ക് ഒരു 4-5 ടെക്നിക്സ് ഇപ്പൊ മനസ്സിലായില്ലേ, എങ്ങനെയാണ് കുറച്ച് എഫക്റ്റീവ് ആയിട്ട് പഠിക്കേണ്ടെന്നുള്ള കുറച്ച് ടെക്നിക്സ്. മേ ബി ഇത് നിങ്ങൾ യൂസ് ചെയ്യുന്ന, നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ യൂസ് ചെയ്യുന്ന കാര്യങ്ങൾ തന്നെ ആയിരിക്കും. ഓക്കെ, അപ്പം ഇത്രയും ടെക്നിക്സ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. നിങ്ങൾ എന്തായാലും ഇത് ട്രൈ ചെയ്യാത്തവരാണെങ്കിൽ ഇതൊന്നും ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് എന്തായാലും നിങ്ങൾ ഫീഡ്ബാക്ക് പറയുകയും ചെയ്യുക. ആൻഡ് ഇതിന്റെ ഒരു പാർട്ട് 2 ഇനിയും കുറച്ച് ടെക്നിക്സും കൂടി ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ പഠിക്കാൻ യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളും കൂടി ഉണ്ട്. അത് വേണമെന്നാണെങ്കിൽ പാർട്ട് 2 ഒന്ന് കമന്റ് ചെയ്യുക. അതേപോലെ തന്നെ എന്ത് ചെയ്യുക, യെസ്, ഫീഡ്ബാക്ക് പറയാം കേട്ടോ. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരുന്നോ, നിങ്ങൾ ഇതുപോലെയാണോ പഠിക്കാറുള്ളത് എന്നും കൂടെ ഒന്ന് പറയാം. ഓക്കേടാ, സോ ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ഇറ്റ്സ് മീ വർണിത സൈനിങ് ഓഫ്. ബൈ.